ഞാനൊരു സ്റ്റോറി പറയാം. ഒരിക്കലൊരു സിംഹം വലിയൊരു പോത്തിനെ കൊന്നിട്ട് ഒരു കുഴിക്കകത്തിട്ടു. അത് കണ്ടുകൊണ്ട് നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഹൈനാസ് ഇതിൻ്റെ കൂടെ ആ കുഴിയിലേക്ക് ചാടി ഈ പോത്തിനെ ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ പകുതിയായപ്പോഴാണ് ഈ ഹൈനാസിൻ്റെ ഗ്രൂപ്പിന് ഒരു കാര്യം മനസ്സിലായത്. ഇതൊരു ട്രാപ്പായിരുന്നു, ഇതൊരു വലിയൊരു ആഴമേറിയ കുഴിയാണ്, ഇതിൽ നിന്ന് ഇവർക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു, ഈ ഭക്ഷണം തീർന്നു, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിന്നാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ഹൈന മാത്രം ബാക്കിയായി. അപ്പോഴത്തേക്കും അതൊരു മോൺസ്റ്റർ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു, സ്വന്തം വർഗ്ഗത്തിലുള്ള ആൾക്കാരെ കൊന്നു തന്നെ. അപ്പോൾ ഈ സിംഹം തിരികെ വന്നിട്ട് ഒരു തടിക്കഷ്ണം ഇട്ട് കൊടുത്ത് ഈ ഹൈനാനെ രക്ഷപ്പെടുത്തിയിട്ട് അതിനെ കൊല്ലാതെ വെറുതെ വിട്ടു. അത് ദയ കൊണ്ടൊന്നുമല്ല. എന്നിട്ട് ഈ സ്വന്തം വർഗ്ഗത്തിലുള്ള ആൾക്കാരെ കൊന്നു തിന്ന ഹൈന അത് പോയിട്ട് ബാക്കിയുള്ള ഹൈനാസിനെ അറ്റാക്ക് ചെയ്യാനും ബാക്കിയുള്ള ഹൈനാസിനെ കൊന്നു തിന്നാനും വേണ്ടി തുടങ്ങി. സൈക്കോളജിയിൽ ഇതിനെ ഡിവൈഡ് ആൻഡ് കോൺകർ ട്രാപ്പ് എന്ന് പറയും. ഇങ്ങനെ ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാണും. ഒന്നും വേണ്ട, നമ്മളൊരു സ്പോർട്സ് ടീം എടുത്ത് നോക്കിയാലും ഇങ്ങനെയുള്ള ടീമിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് അവരുടേതായിട്ടുള്ള ഹിഡൻ അജണ്ടകളും ആ ഒരു ടോക്സിസിറ്റിയും കാണും. അത് മറ്റുള്ള ആൾക്കാരിലേക്ക് കുത്തിവെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ബി കെയർഫുൾ. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ വളരെ ദയാലുക്കളായും നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഫേസ് ആയിരിക്കത്തില്ല അവർക്ക് റിയൽ ലൈഫിലുള്ളത്. സോ ഇങ്ങനെ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബി കെയർഫുൾ. സോ നമുക്കൊരിക്കലും ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോകമാണിത്. സോ കെയർഫുൾ, ബി ഹാപ്പി.